ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ. നിങ്ങൾ സുഖമായിരിക്കുന്നു? ഞാൻ സുഖമായിരിക്കുന്നു. പതിവ് പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു. ഇതൊക്കെ നമ്മളെന്നും പതുപോലെ ചെയ്യാറുള്ളതല്ലേ? കുളി അല്പം വൈകിയാലും പല്ല് തേപ്പ് നിർബന്ധമാണ്. പല്ല് തേക്കാതെ മുഖവും വായും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അത് രാവിലെ വെറും വെള്ളം ഉപയോഗിച്ച് കഴുകി വന്നിട്ട് നല്ലൊരു കാപ്പി കുടിക്കുന്നവർ അല്ലെങ്കിൽ കടുംചായ കുടിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്തേക്കൂ. നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഫോട്ടോഷൂട്ടാണ് ഇത്. അവരെ ഞങ്ങൾ ആ 3 കുഞ്ഞുങ്ങളെ വിരിഞ്ഞുള്ളൂ, ബാക്കി ഇനി വിരിയാനുണ്ട്. അവരെ കൊണ്ട് ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ് ഈ കാണുന്നത്. എന്ത് ക്യൂട്ട് വാവകളായിട്ട് അവരിങ്ങനെ പിഞ്ചായിട്ട് നടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇവരെ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് നമുക്ക് നിലത്തിറക്കി വെക്കാനേ തോന്നുന്നില്ല, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് പുറത്തൊന്നും ഇവരെ ഒരുപാട് നേരം നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെ കയറ്റണം. അമ്മയുടെ അടുത്ത് സുഖമായി നിന്ന് കളിക്കുകയോ ഉറങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇത് നമ്മുടെ വീട്ടിലെ ചേമ്പ് ചെടിയാണ്. ഇതിൽ പച്ച, വെള്ള, മഞ്ഞയില്ല, പച്ചയ്ക്കകത്ത് ചുവപ്പും വെള്ളയും കുത്തുള്ള ഒരു ചെടി. പിന്നെ ഇത് നമ്മുടെ വഴുതന. പിന്നെ ഇതാണെങ്കിലോ നമ്മുടെ എന്താ പറയുക ആൽമരത്തിൻ്റെ ഒരു തൈ കൊണ്ട് നട്ടേക്കാണ്. ബോൺസായി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഇതൊരു തുളസിയാണ്, തുളസിയുടെ പേര്. പിന്നെ ഇത് എന്തൊരു കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. അതെന്തോ ഒരു തലയെ തേക്കുന്ന മരുന്നിൻ്റെ ചെടിയാണ്. അതിൻ്റെ പേര് ഞാനപ്പോൾ ഓർക്കട്ടെ, പറഞ്ഞു തരാം. പിന്നെ ഇത് നമ്മുടെ അമ്മയും കുഞ്ഞുങ്ങളും കൂടി വീണ്ടും അവരുടെ പിന്നെ വാർഡിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ പ്രസവ വാർഡാണത്. അവർ സുഖമായി ഇവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റാഫ് വീട്ടിലാണെങ്കിൽ നിറയെ കാവിടിച്ച് പോണ്ടായിരുന്ന പക്ഷേ എല്ലാം തത്തമ്മകൾ വന്ന് തിന്നു. പിന്നെ ഇതവിടെ അപ്പുറത്ത് താഴത്തെ പെരയിടത്തിലെ കുറേ കാടുകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ്. അത് കാണാനൊരു മനോഹരമാണ് തോന്നി. പിന്നെ ആ വീട്ടിലാണെങ്കിൽ ഒരു മയിൽ വന്നായിരുന്നു. ഞങ്ങൾ അതിനെ നോക്കി പോകുന്നതിനാണ് ഞാനും മോളും കൂടി. ആ മയിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ആ മയിലെപ്പോഴും ഒരു ആൺമയിലാണ്. ആൺമയിലാണ് പെൺമയിലാണ്? ഏതാ വന്നേ? ആൺമയിലല്ലേ? അല്ലല്ല, പെൺമയിൽ. പിന്നീട് നോക്കുമ്പോൾ ഞങ്ങളുടെ റോക്കിയുടെ കിടന്ന് ഭയങ്കര കുര. എന്തോ നോക്കിയപ്പോഴാണ് വേറൊരാൾ നമ്മുടെ കാട്ടിനകത്തോട് നോക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? ഒരു പെൺപട്ടി പ്രസവിച്ച് അതിൻ്റെ 3 കുഞ്ഞുങ്ങൾ അവരിങ്ങനെ അവിടെ ഇച്ചിരി വളർന്നിട്ടൊക്കെ ഉണ്ട്. അവരിങ്ങനെ കയറി നടക്കുന്നതാണ്. അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണ് ഇവിടെ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇവിടെ മൊത്തം അടിച്ച് തകർത്തെല്ലാം തരിപ്പണമാക്കിയെന്ന്. പക്ഷേ ഒന്നും നടക്കത്തില്ല. ഈ കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റി എന്നൊക്കെ ആൾക്കാർ വരത്തില്ല, ഈ ലൈനിൻ്റെ അകത്തൂടെ ഇലകളൊക്കെ വന്ന് ഇങ്ങനെ തട്ടി നിൽക്കുന്നത് വെട്ടിക്കളയാൻ. അപ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം ഇവൻ ആ സമയത്ത് ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ വരവ് കാണുമ്പോഴേ അവൻ എന്തോ ഭയാനകമായ ഭീതിയോടാണ് അവൻ്റെ നിൽപ്പ്. തോട്ടിയുമായൊക്കെ അവരിങ്ങനെ വരുമ്പോഴാണ് അവൻ്റെ ഏറ്റവും കൂടുതൽ വർഷം നമുക്ക് കാണാൻ കഴിയുന്നത്. അവനിങ്ങനെ ഒരു മൂലയിൽ തന്നെ ഒതുങ്ങി ഇങ്ങനെ കൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തോ പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നിപ്പോകുന്നത്. ചുമ അതാണ്. ഇതൊക്കെ അവൻ്റെ വെറും പട്ടി ഷോ മാത്രമാണ്. പിന്നീട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം പറയാനുണ്ട്, എപ്പോഴെങ്കിലും അയൽ വീടുകളിൽ പിന്നെ കോഴിയോ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും നമ്മളെ കോമ്പൗണ്ടിക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ തനി സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കും. കാരണം അപ്പോഴാണ് അവൻ്റെ പുതിയ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതാണെങ്കിലോ, ഇത് നമ്മുടെ പറമ്പിൽ പിടിച്ചൊരു കൂടാണ്. ഇത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല, കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ വീഡിയോ പിടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിച്ചായിരുന്നു. ആ മീൻ എന്തൊരു മീനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പേര്. പിന്നെ അത് കുറച്ച് കറി വെച്ച് പിന്നെ വറുത്തു. പിന്നെ ഞങ്ങൾ നമ്മുടെ ചീര പറിച്ച് തോരനും വെച്ചു. ഇതൊക്കെ തന്നായിരുന്നു നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി. പിന്നെ തലേന്നത്തെ കറികളൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയത്ത് ഞാനിങ്ങനെ അടിപ്പാടി നടക്കുകയാണ്. മഴ കാണാനും രസമാണ്. കുറച്ചു നേരം കണ്ടു കഴിയുമ്പോൾ ദേഷ്യം വരും, മഴ മാറുന്നില്ലല്ലോ എന്ന ചിന്ത. അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങ്
സഹിച്ച് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണല്ലോ ലൈഫ്, റിയൽ ലൈഫ്. നമ്മുടെ ഡ്രീം ലൈഫിൽ നമുക്ക് സഹിക്കണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. സ്വപ്നത്തിലല്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, റിയൽ ലൈഫിൽ നടക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ചാണെങ്കിൽ ചീര പാകിയിട്ടുണ്ടായിരുന്നു. ചീരത്തൈയോടൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ എൻ്റെ കൃഷി ആയുധവുമായി ഞാനിങ്ങനെ നടാൻ പോവുകയാണ്. അവിടെ എല്ലാം മൊത്തം പോച്ചയും പുല്ലും ഒക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ നടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി മുതൽ ചീര കൃഷി ചെയ്ത് ഞാൻ ഇവിടെ തകർത്തിരിക്കും. അവിടെ നോക്കിയാലും ചീര, ഇവിടെ നോക്കിയാലും ചീര, പറമ്പ് മുഴുവൻ ചീര. അതുമാത്രമാണ്, പിന്നെ അടുക്കളയിലെയും ചീരയുടെ വിഭവങ്ങൾ നിരന്നിരിക്കും. പിന്നെ സാമ്പാർ, ചീര അവിയൽ, ചീരത്തോരൻ മുതലായ വിഭവങ്ങളാൽ പിന്നെ അടുക്കള സമ്പൽ സമൃദ്ധമായിരിക്കും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ശേഷം അവസാനം മടുത്ത് എന്നെയും ചീരയെയും കൂടി ഇവിടുന്ന് ഓടിക്കാതിരുന്നാൽ വളരെയധികം നന്നായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഏറെയാണ്. അതിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് മനക്കരുത്തും പിന്നെ ശരിയായ രീതിയിൽ പണം ഉപയോഗിക്കാനുണ്ടെങ്കിൽ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇഷ്ടം പോലെ ധനസമൃദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമില്ല എങ്കിൽ, നമുക്ക് സ്വസ്ഥതയില്ല എങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് തോന്നിക്കുകയില്ല. നമ്മുടെ സ്വന്തം ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നാം ഒന്ന് വിലയിരുത്തണം. നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന് നാം ചിന്തിച്ച് നോക്കണം. നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി ചെയ്യുക. അതൊട്ടും മടി കാണിക്കാതെ ജോലിയോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ നാം നല്ല രീതിയിൽ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ശ്രമിക്കുക. തളർന്നു പോകുന്ന ചില അവസരങ്ങളിൽ നാം നമ്മെ തന്നെ മടി കാണിക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി നമുക്കിത് നേടാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ പറ്റും, നമ്മെ കൊണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ തന്നെ നാം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ജീവിതത്തിൽ നാം തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ നാം മനസ്സർപ്പിച്ച് അത് തിരുത്തേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ തീർച്ചയായും അത് തിരുത്തുക തന്നെ വേണം. സന്തോഷത്തോടെ ഇരിക്കാനും സമാധാനമായി മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നവരാണ് നാം ഏറെയും. അപ്പം നിങ്ങളെല്ലാവരും സന്തോഷമായി സുഖമായി സമാധാനമായി ഇരിക്കൂ. ഞാനും ഇവിടെ സമാധാനമായി സുഖമായി ഇരിക്കട്ടെ. നിങ്ങളെല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.